ഇനി നമുക്ക് സിറിഞ്ചസിൻ്റെ പാർട്സും നീഡിൽസിൻ്റെ പാർട്സും കൂടെ നമുക്കൊന്ന് പഠിച്ചേക്കാം. ആദ്യം നമ്മുടെ നീഡിൽ വരട്ടെ. ഇതാണ് നമ്മുടെ നീഡിൽ. നീഡിൽ ഈ പുറമെ കാണുന്നതിനെ പറയുന്നതാണ് നീഡിൽ ക്യാപ്പ്. ഇതെല്ലാം സ്റ്റെറൈൽ ഐറ്റംസ് ആണ്. ഇത് നീഡിൽ ക്യാപ്പ്. നീഡിൽ ക്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം കളർഫുള്ളായിട്ട് ചില ഇതിൽ ഗ്രീന്, ബ്ലൂ, ഇപ്പോൾ ഇതിനകത്ത് പർപ്പിളാണ്. ഈ പറയുന്ന ഇതിൻ്റെ പേരാണ് HUB, ഹബ് എന്ന് പറയും. പിന്നെ ഈ കാണുന്ന നീഡിലിൻ്റെ ഈ ലെങ്ത്തിന് നമ്മൾ പറയും ഷാഫ്റ്റ്, SHAFT, ഷാഫ്റ്റ്. പിന്നെ ഇങ്ങനെ എഡ്ജിൽ നമുക്ക് കാണാമല്ലോ, ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ റൗണ്ടായിട്ട് ട്രിക്ക് ചെയ്യുന്ന പാട്ട്, അതിനെ ലുമൻ എന്ന് പറയും, LUMEN, ലുമൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നീഡിലിൻ്റെ പാർട്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സിറിഞ്ചാണ്. എല്ലാ സിറിഞ്ചിനും ഒരേപോലെയാണ് പാർട്സുകൾ. അപ്പോൾ ഇത് വന്നിട്ട് തമ്പ് റെസ്റ്റ്, കണ്ടോ, നമ്മുടെ തമ്പിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതിന് തമ്പ് റെസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിസ്റ്റൺ, ഇത് വന്നിട്ട് പിസ്റ്റൺ, PISTON, പിസ്റ്റൺ. കണ്ടോ, ഈ ബ്ലൂ പാർട്ടിനെ പറയുന്ന പേരാണ് പിസ്റ്റൺ. ഇതെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റെറൈലാണ്. നമ്മളിതിനകത്ത് ഹാൻഡ് ടച്ച് ചെയ്യാൻ പാടില്ല. സിറിഞ്ച് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴോ സിറിഞ്ച് നമ്മൾ പേഷ്യൻറ്റിലേക്ക് എന്തെങ്കിലും മെഡിസിൻസ് പുഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളതല്ല. അത് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്, എത്ര ഗ്യാപ്പ് വേണം അതിന് കയറിപ്പോകാൻ, അല്ലേ? അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ദർ ഈസ് എ ചാൻസ് ഓഫ് ഹോൾഡിങ് സിറിഞ്ച്, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഫെക്ഷൻ ടു ദ പേഷ്യൻറ്റ്. സോ ദർ ഈസ് എ technique holding the syringe, there is a technique is there, that also I will tell you. And let me finish this parts first. ഇത് വന്നിട്ട് റബ്ബർ, എയർ ടൈറ്റ് റബ്ബർ ക്യാപ്പ് എന്ന് പറയും. ഈ ക്യാപ്പ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പുഷ് ചെയ്യുമ്പോൾ സിറിഞ്ച് കണ്ടോ നല്ല ടൈറ്റായിട്ട്, അതുപോലെ നമ്മുടെ കൺട്രോളിലിരിക്കും. നമുക്ക് പെതുക്കെ സം മെഡിസിൻസ് വിത്തിൻ 5 മിനിറ്റ്സിൽ കൊടുത്ത് തീർത്താൽ മതിയെങ്കിൽ നമുക്കത് പെതുക്കെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് പെതുക്കെ ഇങ്ങനെ പുഷ് ചെയ്യാൻ പറ്റും. പെതുക്കെ നമ്മുടെ കൺട്രോളിൽ നമുക്കിഷ്ടം ഈ സ്പീഡിലും പുഷ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ സ്പീഡിലും പുഷ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ കുറഞ്ഞ് നമ്മൾ പോലും അറിയാതെ ഇഞ്ചക്ഷൻ കയറി പോകുന്ന സ്പീഡിലും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൺട്രോൾ ഈ എയർ ടൈറ്റ് റബ്ബർ ക്യാപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എൻഡ്, ഈ ഭാഗത്തിന് നമ്മൾ കാനുല എന്ന് പറയും. ഈ ഭാഗമാണ് നമ്മൾ നീഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, കേട്ടോ. കാനുല അറ്റാച്ച്, നീഡിലിൻ്റെ ഹമ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ IV കാനുലയിൽ അറ്റാച്ച് ചെയ്യുന്നത് ഭാഗവും ഇതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാനുല എന്ന് പറയും, അല്ലെങ്കിൽ ടിപ്പെന്നും ചിലർ പറയും. പക്ഷേ ആക്ച്വലി ഇതിനെ കാനുല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തുവാ, ഇവിടെ ഈ രണ്ട് പാട്ട് കാണിക്കുന്നുണ്ടല്ലോ, ഇതെന്തുവാ, ഇത് നമ്മുടെ ഫിംഗർ റെസ്റ്റ്, ഇത് തമ്പ് റെസ്റ്റ്, ഇത് വന്നിട്ട് ബാരലിലാണ് ഇതുള്ളത്, കണ്ടോ, സ്കെയിലുള്ളത്. നമ്പർ സ്കെയിൽ ഈസ് ദർ ഇൻ ദ ബാരൽ. ദിസ് ഈസ് എ പിസ്റ്റൺ, റബ്ബർ ക്യാപ്പ്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ പാർട്സ് എല്ലാം നമ്മൾ പഠിച്ചു. കാനുല. ഓക്കെ, ഇനി നമ്മളിതെങ്ങനെയാണ് ഇഞ്ചക്ഷൻ ലോഡ് ചെയ്യുകയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ, അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ 2 ഫിംഗർ ഉണ്ടല്ലോ, ഈ 2 ഫിംഗറാണ് ഈ ഫിംഗർ റെസ്റ്റിലിരിക്കേണ്ടത്. നമ്മുടെ ഈ 2 ഫിംഗർ ഇങ്ങനെ ഫിംഗർ റെസ്റ്റിലിരിക്കുക. ഞാൻ ഈ ഒരു ഫിംഗർ ഇങ്ങനെ ഫിംഗർ റെസ്റ്റിൽ വെച്ചുകൊണ്ട് നമ്മുടെ തം ഫിംഗറും മിഡിൽ ഫിംഗറും കൂടെ ഇതിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ, അപ്പം നമ്മൾ ഇതിങ്ങനെ ഈ കൈ കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ഫിംഗർ കൊണ്ട് നമ്മളിതിൽ ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മളിതിൽ വെക്കാനേ പാടുള്ളൂ. ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ടച്ച് ചെയ്യുന്നതിൽ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ ഫില്ലായതിനു ശേഷം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ 2 ഫിംഗർ അതിൻ്റെ അപ്പർ പാർട്ടിൽ വയ്ക്കുന്നു, കണ്ടോ, അപ്പർ പാർട്ടിൽ വയ്ക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തമ്പ് റെസ്റ്റിൽ തമ്പ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ പെതുക്കെ പേഷ്യൻസിന് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഇഞ്ചക്ഷൻ കൊടുക്കുവാനും ഇഞ്ചക്ഷൻ ലോഡ് ചെയ്യുവാനും. ഇതിനകത്ത് ഇപ്പോൾ ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പോലും നമ്മളിവിടെ ടച്ച് ചെയ്യരുത്. ഇൻ കേസ് എനി മൈക്രോ ഓർഗാനിസം ഇൻ അവർ ഹാൻഡ് that will go inside the blood or medication, and if medicines we are pushing to the patient body, that microorganism also entered through the medicine to the bodies, then they will get another infection. So ഇതെല്ലാം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചും ഞാൻ വീണ്ടും ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം സിറിഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ സിറിഞ്ച് ഇങ്ങനെയാണ് നമ്മൾ ലോഡ് ചെയ്യുകയും ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, സോ എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഈ സിറിഞ്ചുകളെക്കുറിച്ച് കോമൺ ആയിട്ടുള്ളൊരു അറിവ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എഴുതണം. നിങ്ങൾ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. അപ്പോൾ എല്ലാവർക്കും ദൈവനാമത്തിൽ നമസ്കാരം.